ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയും. നമ്മളിതൊക്കെ ചില സമീപനങ്ങൾ മാറ്റാൻ. ഒരു 10 കൊല്ലം മുമ്പ് എൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ വാരി സഖാഫി ആക്സിഡൻ്റായി മരിച്ചു. എന്നെ വല്ലാതെ വിഷമിച്ചു. ഞാൻ കണ്ട് കരഞ്ഞുപോയി ആ വാർത്ത കേട്ടപ്പോൾ. അതങ്ങ് ആകെ വൈറലായി, കണ്ടമാൻ ആൾ കൂടി. അപ്പോൾ തുടരെ മതിലൊരു 4-5 ആൾക്കാർ ആക്സിഡൻ്റായിട്ട്, സിനാൻ അതിൻ്റെ ഉസ്താദല്ലേ വാരി സഖാഫി, കാസിം മരിച്ചു, ജവാദ് മരിച്ചു, മുബഷിർ മരിച്ചു, അല്ല. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇവർ ദ്വാരക്ക കുട്ടികൾ ഉസ്താദ്മാരെ ഹയാത്ത് കാലത്ത് മരിച്ച മദീനി എന്ന കുറേ ഇത് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ മുഴുവൻ കുട്ടികൾ ഇനി ഇവിടുന്ന് ഒരു കുട്ടി ആക്സിഡൻ്റായി മരിച്ച ഞാൻ ആ മൈനസ്കാരത്തിലും കൂടൂല. ആ വീട്ടിൽ ഞാൻ ഇപ്പം 8 കൊല്ലം ഒറ്റ കുട്ടി ആക്സിഡൻ്റ് ആവും. അള്ളാഹു തഞ്ഞി കാക്കട്ടെ. 8 കൊല്ലായി. എന്താ ചെയ്തത്? കുട്ടികളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട്. അപ്പൊ നമ്മളിതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാനിത് തമാശ പറയുന്നതല്ല. എത്രയാണ് ആക്സിഡന്റ്, എത്രയാണ്. ഇപ്പോ ഇന്നലെ കർശന തീരുമാനമെടുത്തു, മുത്തപോലെ ഒരൊറ്റ കുട്ടിയും ബൈക്കേറ്റാണ്ട് വരാൻ പാടില്ല. ഒറ്റ കുട്ടിയും ബൈക്കേറ്റാണ്ട് വരാൻ. ഈ അപകടങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന ബൈക്കുകളാണ്, ഈ മൊബൈലുകളാണ്. ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ നാട് രക്ഷപ്പെടാൻ കഴിയും. നമുക്ക് ഇന്നലെ മിനിയാന്നും ദിവസങ്ങളൊക്കെ വരുന്ന വാർത്തകളൊക്കെ എത്ര മാത്രം പരിതാപകരാണ്. ഒരു കുട്ടി മരിക്കുമ്പോ, ബൈക്ക് ആക്സിഡന്റ് മറ്റൊക്കെ മരിക്കുമ്പോ ആ കുട്ടി അങ്ങ് മരിച്ചുപോയി എന്നാണോ മനസ്സിലാക്കുന്നത്? ആ വാപ്പയും ഉമ്മയും എത്ര കാലാണ് കണ്ണുനീര് കുടിക്കുന്നത്? എത്ര സഹോദരന്മാരാ വേദനിക്കുന്നത്? അഥവാ ഞാൻ എപ്പോഴും പറയാറുള്ള ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള യാത്ര, ലൈസൻസ് ഇല്ലാതെ യാത്ര, അല്ലെങ്കിൽ ഓവർ സ്പീഡുള്ള യാത്ര, ട്രിപ്പിൾ യാത്ര, ഇതൊക്കെ ആത്മഹത്യയാണ്. ഇതൊക്കെ ശരിക്കും അപകടം ഉണ്ടാക്കി തീർക്കുന്നത്. നമ്മളെ കൊണ്ട് വേറെ ആർക്കെങ്കിലും അപകടം സംഭവിച്ചാൽ കൊന്ന കുറ്റം തന്നെ എന്താകേണ്ടി വരും, സഹിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ന്യൂ ജനറേഷന് ആ രൂപത്തിൽ ബോധ്യപ്പെടുത്തിയില്ല എങ്കിൽ ഞാനൊരു പ്രാവശ്യം ഞാൻ വേദനയോടെ പറയാണ്, നമ്മുടെ സജീവ പ്രവർത്തകർ 5 വക്ത് നിസ്കരിക്കുന്ന, നോമ്പ് തോൽക്കുന്ന, ദിക്റുൻ സ്വലാത്ത് മുന്നിൽ നിൽക്കുന്ന താമരശ്ശേരിക്കടുത്ത് 13 പ്രവർത്തകരാണ് 3 മാസത്തുള്ള ആക്സിഡന്റ് മരണപ്പെട്ട്. അപ്പൊ അവരുടെ അനുസ്മരണത്തിന് പ്രാർത്ഥനയ്ക്ക് എന്നെ കൊണ്ടുപോയി. അങ്ങനെ അവരെല്ലാവരും അവരുടെ മധുകൾ പ്രകീർത്തനങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അവസാനം ദ്വാരക്കാ നേട്ടതിന്റെ കോർഡിനേറ്ററിനോട് പറഞ്ഞു, ഞങ്ങൾ ഈ 13 ആളുകളെ കുറിച്ചും പഠിക്കുമ്പോ 13 ആളും ബൈക്ക് വാങ്ങിയത് വാപ്പറിയിട്ടില്ല. 13 ആളും ബൈക്ക് വാങ്ങിയത് വാപ്പറിയിട്ടില്ല. അവർ വീട്ടിൽ നിന്ന് പുറത്തു പോയത് ഉമ്മമാര് അറിഞ്ഞിട്ടില്ല. സംഗതി ശരിയാണ്. നിസ്കാരത്തിൽ വളരെ മുന്നിലാവും, 1-ാം സഫിലാകും. അതുപോലെ തന്നെ അവർ നോമ്പ് നോൽക്കാൻ വളരെ ഉഷാറായിരിക്കും. അവർ എല്ലാ വിഷയത്തിലും മുന്നിലായിരിക്കും. പക്ഷേ ബൈക്കിലെത്തുമ്പം എവിടെയാണ് അവരുടെ ഉമ്മ, എവിടെയാണ് അവരുടെ വാപ്പ, എവിടെയാണ് അവരുടെ കുടുംബം? അവിടെ കുരുത്തവും പുരുത്തവും വേണ്ടേ? എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ പറയേണ്ടത് ഈ കുട്ടികളെ മധുവല്ല പറയേണ്ടത്, ഇതിനെക്കുറിച്ചാണ് ഉമ്മമാരുടെ കുരുത്തവും പൊരുത്തവുമാണ് പറയേണ്ടത് എന്നത്. അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ട കണ്ണകഷ്ണങ്ങളായി വാക്കോട് പറയുന്നു, പ്രിയപ്പെട്ടവർ, ജീവനാണ് വലുത്. ജീവനേക്കാൾ വലുതായി ഒന്നുമില്ല. ഒരു മനുഷ്യൻ 1-ാമതും 2-ാമതും 3-ാമതുമായി അവന്റെ ജീവനും മറ്റുള്ളവരുടെ ജീവനും ആരുടെ ജീവനും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ജീവന് ഹാനികരമാകുന്ന ഒരു വിനോദങ്ങളും നമുക്ക് വേണ്ട, ഒരാസ്വാദനങ്ങളും നമുക്ക് വേണ്ട, ഒരു ട്രെയിനിങ്ങും നമുക്ക് വേണ്ട. ബൈക്ക് കിട്ടിയാൽ ശ്രദ്ധിക്കണം, അപകട സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവർ എവിടെ ചെല്ലുമ്പോഴും കേൾക്കാനുള്ളതൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, നിയന്ത്രിച്ചാൽ നിൽക്കും എന്നുള്ളതിന് ഞാൻ വ്യക്തമായ ഒരു കാരണമാണ് ഈ പറഞ്ഞത്. 8 കൊല്ലം അള്ളാന്റെ തൗഫീഖോടുകൂടെ പിന്നെ അവ